വിശാൽ സ്നേഹം നിറഞ്ഞവരെ, കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ടോക്ക് തീരുന്നതിന് മുമ്പേ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് കട്ടായിപ്പോയി. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈല് പെട്ടെന്ന് ചൂടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടാകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആശീർവാദം നിങ്ങൾക്ക് നൽകാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, മുഴുവൻ സന്ദേശം നൽകാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന മുന്നറിയിപ്പ് സകലത്തിനെയും മാറ്റിമറിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ലോകത്തെ ഈ ക്രമം പാടെ മാറി മറയും. ഇന്ന് ലോകത്തിനൊരു ക്രമമുണ്ട്. ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ധനത്തിലാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ബാങ്കിൽ ആവശ്യമായിട്ടുള്ള ധനം ഉണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കാം. ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽപ്പെട്ട് ഭൂരിഭാഗം പേരും, എന്തിനു പറയുന്നു, വിശ്വാസ സമൂഹം വരെ അതിൻ്റെ പിന്നാലെ പരക്കം പായും നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഇടവകയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഒരു 15 കിലോമീറ്റർ അകലെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി. അവിടെ ആൾക്കാർ വന്ന് ഇവരെ റിക്രൂട്ട് ചെയ്തു. എല്ലാ ദിവസവും ജോലി ചെയ്യണം, 12 മണിക്കൂർ, അതും നൈറ്റ് ഡ്യൂട്ടി. അങ്ങനെയെങ്കിൽ മാസം 12,000 രൂപ ലഭിക്കും. അത് കേട്ടപ്പോൾ പാവപ്പെട്ടവരെടുത്ത് ചാടി. ഇപ്പോൾ അവർക്ക് ഞായറാഴ്ച കുർബാനയും ഇല്ല, പള്ളിയിലും പോകുന്നില്ല, 30 ദിവസവും ജോലി, ആഴ്ചയിൽ ഒരു ലീവ് പോലുമില്ല. അവർ സംതൃപ്തരാണ്. പക്ഷേ ഈ കാലഘട്ടം മുഴുവൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ഞായറാഴ്ച ജോലി ചെയ്ത് പണം സമ്പാദിക്കുക, അത് തെറ്റാണെന്നുള്ള ബോധ്യം. അങ്ങനെ പണം സമ്പാദിച്ചാലും ആ പണം എന്തുമാത്രം സമ്പാദിക്കുന്നു അതിൽ കൂടുതലായി പലവിധ രോഗങ്ങളായിട്ടും പലതരത്തിൽ നഷ്ടപ്പെടുമെന്നുള്ള ആ ചിന്താഗതി അവർക്കില്ലാതെ പോയി. അവർക്കൊന്നു ചേർന്ന് പറയാവുന്നതേ ഉള്ളൂ, ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഞായറാഴ്ച ഞങ്ങൾക്ക് അവധി വേണം, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം എന്ന് ഒന്നു ചേർന്ന് പറയുന്ന പക്ഷം ഒരു പക്ഷേ അവർ തീർച്ചയായും ഞായറാഴ്ച അവധി കൊടുക്കും. പക്ഷെ ആ ഒരു ചിന്ത മനസ്സില്ല. എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ, ഒറ്റയ്ക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ പുറത്തയക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കിയേ. +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് മുക്കിലോ മൂലയിലോ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ അവരെ അയക്കുന്നു. ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ കുറിച്ചോ ആ കുഞ്ഞിൻ്റെ മറ്റ് ഭാവിയെക്കുറിച്ചോ ഒരു ചിന്തയില്ല. പണം മതി. അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിലും പ്രശ്നമില്ലാത്തൊരവസ്ഥയിലേക്കായി മാറിയിരിക്കുന്നു. എല്ലാ മാസവും ലഭിക്കുന്ന ആ വൻ തുക കൊണ്ട് സംതൃപ്തരാണ് മാതാപിതാക്കൾ. ഇങ്ങനെയുള്ളവരില്ലേ? ഈ ക്രമമെല്ലാം പ്രിയപ്പെട്ടവരെ തീർത്തും മാറിമറയുന്ന ഒരവസ്ഥ വരും. പണത്തിനൊന്നാ സ്ഥാനം കൊടുക്കുന്നവര് ദൈവത്തിൽ നിന്നും അല്പാൽപമായി അകന്നു മാറും. ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി, ആ വിശ്വാസി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കും. എന്ത് തന്നെ സംഭവിച്ചാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി താൻ ചെയ്യുകയില്ല എന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾ താൻ കൃത്യമായി പാലിക്കുമെന്നും ഉറച്ച തീരുമാനമെടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ കുടുംബാംഗങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ല കത്തോലിക്ക വിശ്വാസി. ഓർക്കു നോക്കുക, അങ്ങനെയുള്ളവരാണ് മഹാഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവരെ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവരാണ്.
മത്തായി ശ്രീയുടെ വിശുദ്ധ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ദൈവ പരിപാലനയിൽ ആശ്രയിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? എത്രയോ വാസ്തു. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങൾ, അവർക്ക് സമയാസമയത്തിന് ദൈവം ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഉണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ച തൻ്റെ മകൻ, തൻ്റെ മകൾ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ മരിച്ചു പോകുവാൻ അവിടുന്ന് അനുവദിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ നാം എന്ത് ചെയ്യണം? 33-ാം വചനം പറയുന്നു: ആദ്യം കർത്താവായ ദൈവത്തിന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് സത്യമാണ് പ്രിയപ്പെട്ട, ഇത് സത്യമാണ്. ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിരാശനാകേണ്ടി വരില്ല. ആ വ്യക്തിയുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് സഹായകനായിട്ടുണ്ടായിരിക്കും. പക്ഷേ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മുന്നറിയിപ്പ് 2-1 തീരുമാനിക്കേണ്ട ഒരു ദിവസമാണ്. 2-1 തീരുമാനിക്കാനുള്ള ഒരു അവസരമാണെന്ന് ഓർക്കുക. എല്ലാവർക്കും, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും, നിരീശ്വര വിശ്വാസികൾക്കും, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താഗതിക്കാർക്കും, ദൈവഭയമില്ലാത്തവർക്കും, പാപാന്തകാരത്തിൽ ജീവിക്കുന്നവർക്കും, ലോകത്തിന്റെ നൈമിഷികമായ സുഖങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്കും, ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലാത്തവർക്കും, അതേ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾപ്പെടുന്ന മനുഷ്യരൂപമുള്ള സകല മനുഷ്യരുടെയും ജീവിതത്തില് ഏറ്റവും പരമപ്രധാനമായ ദിവസമായിരിക്കും ഇത്. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. അവിടത്തേക്ക് യാതൊരു തിരിച്ചു വ്യത്യാസമില്ല. കാരണം ഓരോ ആത്മാവും അവിടുത്തെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഓരോ ആത്മാവും അവിടത്തേക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മഹത്വം, അവിടുത്തെ മഹത്വപൂർണമായ ഭയാനകമായ ആ ദിനം ആഗതമാകുന്നതിന് മുമ്പ്, അത് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വരുന്ന വിധിയാളനായി അവിടുന്ന് വരുന്ന ദിവസമായിരിക്കും. അതിനു മുമ്പ് ഈ ഭൂമിയിലെ സകല ജനതകൾക്കും വേണ്ടി ഒരു അവസാന അവസരം അവിടുന്ന് വെച്ച് നീട്ടുകയാണ്. 2-1 തീരുമാനിക്കുക. ഏതു വഴിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവന്റെ വഴി അറിയില്ലാത്തവർക്ക് അവിടുന്ന് ജീവന്റെ വഴി കാണിച്ചു കൊടുക്കും. ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ദൈവത്തെ, അവനെ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടിതാവിനെ നേരിട്ട് കാണിച്ചു കൊടുക്കും. ആരാണ് തന്നെ രക്ഷിച്ചത്? ഈ ഭൂമിയിലെ 10,000-കണക്കിന് ദൈവങ്ങളല്ല, ഈ ഭൂമിയിലെ സൃഷ്ടവസ്തുക്കളെല്ലാം തന്റെ ഹൃദയത്തിലെ അവസാനത്തുള്ളി രക്തം വരെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ചിന്തപ്പെട്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾ തന്നിലേറിക്കൊണ്ട്, അതേ
കുരിശുമരണത്തിലൂടെ സകല മനുഷ്യവർഗത്തെയും രക്ഷിച്ച ആ രക്ഷകനെ എല്ലാവരും കാണും. യഥാർത്ഥ സത്യം എല്ലാവരും മനസ്സിലാക്കും. ആരാണ് തന്നെ രക്ഷിച്ചതെന്ന് എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും വ്യക്തമായി മനസ്സിലാക്കുന്ന ദിനമായിരിക്കും അത്. യാതൊരു ഒഴിപൊഴിവും ഉണ്ടാകില്ല. ചരിത്രത്തിൽ ഇന്നോളം അറിവില്ലായ്മ കൊണ്ടും അബദ്ധം നിറഞ്ഞ ജീവിതത്തിലൂടെ നശിച്ചുപോയ ആത്മാക്കളുടെ അവസ്ഥയായിരിക്കില്ല ഇത്. അങ്ങനെ അനേകർ നശിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനം മഹാഭാഗ്യവാന്മാരും മഹാഭാഗ്യവതികളുമാണ്. എന്തെന്നാൽ ദൈവത്തെ നേരിട്ട് കാണുവാനുള്ള ഒരു അവസരം സകലർക്കും ദൈവം നൽകുകയാണ്. ഇത് അവിടുത്തെ കരുണയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യവർഗത്തോടുള്ള അവിടുത്തെ വലിയ കരുണയാണ്. യഥാർത്ഥ സത്യം സകലരും മനസ്സിലാകും. സത്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും കർത്താവ്. മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ സകലരുടെയും മനസ്സാക്ഷി 10,000 സൂര്യൻ ഒന്നിച്ച് ഉദിച്ചാൽ എന്ന വണ്ണം മനസ്സാക്ഷി പ്രകാശിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മനുഷ്യനും ഒഴിവ് കഴിവ് പറയാനാവില്ല. അതെ, താൻ എന്താണ് എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കൂ ഓരോരുത്തർക്കും. ഇത് പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും മരിക്കുന്ന നിമിഷം ആ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതെ, ഇറ്റേണൽ ജഡ്ജ്, ആ വിധിയാളന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അതെ, ഏതു മതസ്ഥനായിക്കോട്ടെ, ഏത് തരത്തിലുള്ള വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, മനുഷ്യനാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഹാജരാക്കപ്പെടുന്നത് മറ്റ് ദൈവങ്ങളുടെ മുമ്പിലായിരിക്കില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിലായിരിക്കും അവനും അവളും ഹാജരാക്കപ്പെടുന്നത്. അതെ, അതിൻ്റെ ഒരു പകർപ്പായിരിക്കും പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു പകർപ്പായിരിക്കും ഈ വരാൻ പോകുന്ന മഹാമുന്നറിയിപ്പ്. അതെ, ഇതൊരു അവസാന അവസരമാണ് മനുഷ്യന് തന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തന്നെ തൻ്റെ എല്ലാ തിന്മയുടെ വഴികളും പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് സത്യത്തിനും ന്യായത്തിനും നീതിയിലും, അതെ, ദൈവഹിതമനുസരിച്ച് ജീവിതം നയിക്കുവാനുള്ള ഒരു അവസരം എല്ലാവർക്കും വെച്ച് നീട്ടുകയാണ് ദൈവം. അതുകൊണ്ട് വരാൻ പോകുന്ന ഈ മഹാമുന്നറിയിപ്പ് വളരെ വളരെ ഗൗരവത്തോടുകൂടെ വേണം നാം സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ. സമയം അധികമില്ല. മാത്രമല്ല, ഈ മുന്നറിയിപ്പിനെ പറ്റി അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അന്യമതസ്ഥരുൾപ്പെടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണെന്ന് ഓർക്കുക. കൂടുതൽ ലഭിച്ചവരോട് കൂടുതൽ ചോദിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് നാം സ്വാർത്ഥരാകാൻ പാടില്ല. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മാത്രമല്ല ഈ സന്ദേശം ഓർക്കുക. എത്ര പേരെ ഈ സന്ദേശം അറിയിക്കുന്നുവോ അതനുസരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ആ ദിവസത്തിൽ ആ മുന്നറിയിപ്പിൻ്റെ സമയത്ത് ലഭിക്കുന്നതായിരിക്കുന്നുള്ള കാര്യവും ഒരിക്കലും മറക്കരുത്. വെറുതെ അയച്ചു കൊടുത്താൽ മാത്രം പോരാ. നമുക്കറിയാം, പ്രാർത്ഥന ചില പരിത്യാഗ പ്രവർത്തികളോടുകൂടി ആകുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. എന്തുമാത്രം പരിത്യാഗ പ്രവർത്തികൾ നാം ചെയ്യുന്നുവോ, ഉപവസിക്കുന്നുവോ,
അതനുസരിച്ച് നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അതിന് വലിയ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതം വളരെ വളരെ ഗൗരവമായിട്ടെടുക്കുകയും വരാൻ പോകുന്ന ഈ മഹാമുന്നറിയിപ്പിനായി എല്ലാ തരത്തിലും ഒരുങ്ങുകയും ചെയ്യുക. പ്രത്യേകിച്ച് പാപത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുക. നമുക്കറിയാം, കർത്താവ് പറയുന്നുണ്ട് ഒരു വിശുദ്ധനോട്, കർത്താവ് ഒരു മിസ്റ്റിക്കിനോട് പ്രകാരം പറയുന്നുണ്ട്, ഒരു ചെറിയ പാപം അത് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒന്നിനു പിറകെ ഒന്നായി ചെയ്തു കൂട്ടുന്ന പാപം വലിയ മാരക പാപത്തിലേക്ക് നയിക്കുന്നതായിരിക്കുമെന്ന്. ഉദാഹരണം, ഒരു ദുഷ്ട ചിന്തയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുക, ഒരു പുരുഷനെ നോക്കുക. ആ ഒരു നോട്ടം പതുക്കെ പതുക്കെ വ്യഭിചാരത്തിലേക്ക്, ഒരു മാരക പാപത്തിലേക്ക് ആ വ്യക്തിയെ എത്തിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ തൻ്റെ ബന്ധുവിനോടോ തൻ്റെ സുഹൃത്തിനോടോ കരുണയില്ലാത്ത ഒരു സംസാരം, ഒരു പ്രവൃത്തി, അത് ആ വ്യക്തിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ അക്രമത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമായി രൂപപ്പെടാം. മനസ്സിലെ മോശപ്പെട്ട ചിന്തകൾ, ആ ചിന്തകളെ നാം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ കുറെ കഴിഞ്ഞ് ആ പാപം, എന്തിനെപ്പറ്റി, ഏതു പാപത്തെക്കുറിച്ചാണോ താൻ ചിന്തിക്കുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതേ പാപത്തിലേക്ക് ആ ചെറിയ പ്രവൃത്തി നയിച്ചുവെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുവിനോടുള്ള അത്യാഗ്രഹം, അതിനെ നാം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ ആ പ്രവൃത്തി, ആ ആഗ്രഹം കളവിലേക്ക്, മോഷണത്തിലേക്ക് ആ വ്യക്തിയെ എത്തിച്ചെന്ന് വരാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഒരിക്കലും ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുകയോ മാരക പാപത്തിൽ വീഴുകയോ ചെയ്യരുതെന്ന് അവിടുന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ച ദൈവവിളിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മെ രക്ഷിക്കാം. അതോടൊപ്പം തന്നെ എത്രമാത്രം പേരുടെ പക്കലേക്ക്, എത്രമാത്രം പേരെ നമ്മുടെ പ്രാർത്ഥന വഴിയായും ഈ സന്ദേശങ്ങൾ അറിയിക്കുന്നത് വഴിയായും രക്ഷിക്കാമോ, അത്രയും പേരെ രക്ഷിക്കുന്നതിന് വേണ്ടി നാം ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, ആ 99 ആടിനെയും ഉപേക്ഷിച്ചു ഒരാടിൻ്റെ പിന്നാലെ പോയ ഉപമ പറഞ്ഞ കർത്താവ് പറയുന്നുണ്ട് അവസാനം, ഈ ചെറിയവൻ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം. അതേ പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിന് വേണ്ടി നാം മാക്സിമം പരിശ്രമിക്കണം. നമ്മുടെ ആത്മാവിന് നാം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരുടെയും ആത്മാക്കൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. ഈ ജീവിതം എത്രയോ നൈമിഷികമാണ് പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് കടന്നു പോകും. എന്നാൽ വരാൻ പോകുന്ന ജീവിതം എന്നേക്കുമുള്ളതാണ്. അവയെല്ലാം കൃത്യമായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം ഈ മുന്നറിയിപ്പിലൂടെ അവിടുന്ന് നൽകുന്നതായിരിക്കും. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.